ഹലോ, അസ്സലാമു അലൈക്കും. ഇതെൻ്റെ പെരുന്നാളിനെടുത്ത ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബർ ചെയ്യാത്ത ആളെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യണേ. പിന്നെ എന്തുണ്ട് വിശേഷം? ഇത് പെരുന്നാളിൻ്റെ അന്ന് ഞാൻ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. പിന്നെ എല്ലാവരും പെരുന്നാൾ ശനിയാഴ്ച ആവുമെന്നാണല്ലോ വിചാരിച്ചത്. അതേപോലെ തന്നെ ഞാനും വിചാരിച്ചത്. അപ്പം നമ്മളെന്താ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരാഴ്ച മുൻപേ ക്ലീനിങ്ങെല്ലാം ചെയ്ത് വെച്ചേനു. പിന്നെ ബുധനാഴ്ച പോയിട്ട് മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ മാസം കണ്ട് തക്ബീർ ചൊല്ലിയതിന് ശേഷമാണ് ഇറച്ചികൾ വാങ്ങിയത്. പോയിട്ട് അങ്ങനെ മട്ടനും ചിക്കനുമാണ് വാങ്ങിച്ചത്. മട്ടനെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ട മസാലകളും കൂട്ടുകളെല്ലാം കൂട്ടിയിട്ട് അതും ഞാൻ ക്ലീനാക്കി ഫ്രീസറിലേക്ക് വെക്കുന്നു. അപ്പോൾ രാത്രി പണി ചെയ്തതിനെ പിന്നെ നമുക്ക് രാവിലെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ കുറച്ച് തുടക്കലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാനൊരു 3:30 മണിയായിരുന്നു. അപ്പോൾ 3:30 മണിക്ക് കിടന്നിട്ട് പിന്നെ പുലർച്ചെ 4:30ക്ക് തന്നെ വീണ്ടും എണീച്ചതിന് ശേഷം എൻ്റെ കുളിയും നമസ്കാരവും ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ്. ഞാൻ എല്ലാ ഇതിനും സേമിയ പായസം ഉണ്ടാക്കും കേട്ടോ. എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ പായസം ഉണ്ടാക്കിയിട്ടാണ് മക്കളെ കുടിച്ചിട്ടാണ് പള്ളിയിൽ പോവുക. പിന്നെ അതുണ്ടാക്കിയതിന് ശേഷം പിന്നെ നാസ്ത ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ നെയ്പ്പത്തിലും ചിക്കൻ കറി ഉണ്ടാക്കൽ. പൊതുവേ ഞാൻ മുട്ടയപ്പമാണ് ഉണ്ടാക്കൽ. ഇപ്രാവശ്യം ഞാൻ നെയ്പ്പത്തിലാണ് ഉണ്ടാക്കിയത്. അതെല്ലാം കഴിഞ്ഞ് പിള്ളേർ പള്ളിയിൽ നിന്ന് വന്ന് പെരുന്നാൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് നാസ്ത കഴിച്ചതിന് ശേഷമാണ് ഞാൻ ബിരിയാണീൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഒന്നാമത് ഇറച്ചി ക്ലീൻ ചെയ്ത് വെച്ചോളൂ, പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ ബിരിയാണീൻ്റെ കാര്യങ്ങളെല്ലാം കുക്കറിലിട്ട് ഒരു 5-6 വിസിലടിച്ച് അതിന് ശേഷം ഉള്ളി ഫ്രൈ ചെയ്തെടുത്താണ് ഞാൻ മസാല ഉണ്ടാക്കിയത്. അങ്ങനെ ബിരിയാണി ആയിക്കഴിഞ്ഞ് പിന്നെ ഇന്ന് എൻ്റെ മക്കളെ 3 ഫ്രണ്ട്സും വരുന്നു പറഞ്ഞേനു. അപ്പോൾ 3 എനിക്ക് 2 മക്കളും ഒരു മോളും വന്നേ. പിന്നെ മോളെ ഫ്രണ്ട്സ് വന്നിട്ടില്ല. ആ മക്കളെ 2 ഫ്രണ്ട്സ് വന്നേനു. അങ്ങനെ ഇന്ന് ജുമായും ഉണ്ടല്ലോ. ജുമായും കഴിഞ്ഞ് വന്ന് പിന്നെ ഇതാ മക്കളെ ഫ്രണ്ട്സെല്ലാം വന്ന് പിന്നെ അവർക്കുള്ള ഉച്ചഭക്ഷണം കൊടുത്തു. ഇതാണ് ഉണ്ടാക്കിയത്. മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പായസവും. പിന്നെ പുഡിങ്ങൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കണമെന്ന് വിചാരിച്ച സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചിരുന്നതിന്. പക്ഷേ എനിക്ക് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിട്ടില്ല. പെരുന്നാൾ ഒന്നാമതൊരു തിരക്ക് പിടിച്ചതുപോലെ ആയിപ്പോയി. അങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ പെങ്ങൾ ഏട്ടൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അങ്ങനെ അവരെ വീട്ടിലേക്കെല്ലാം പോയി വന്ന് അങ്ങനെ തിരിച്ച് വന്ന് രാത്രി എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനെ അവിടെ പോയി അവിടെ നിന്ന് പിറ്റേന്ന് ഇത് എൻ്റെ മോളും എൻ്റെ ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ മക്കളെല്ലാം കൂടി എടുത്ത ഒരു ഫോട്ടോ ആണിത്. പിന്നെ അങ്ങനെ എൻ്റെ പെരുന്നാൾ വിശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്ത് എല്ലാവരും ഒരു ഹാർട്ടെങ്കിലും ഒരു ലൈക്കായിട്ട് തരണേ. പ്ലീസ് സബ്സ്ക്രൈബർ ചെയ്യാത്ത ആളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യണേ.